വ്ളാഡിമിർ പുടിനുമായി സംസാരിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിക്കെതിരെ വിമർശനങ്ങൾ ഉയർത്തിയ നേതാവാണ് ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി. അന്ന് മോദി പുടിനെ കെട്ടിപ്പിടിച്ചപ്പോൾ സമാധാന പരിശ്രമങ്ങൾക്ക് ക്രൂരമായ തിരിച്ചടിയെന്ന് നിലവിളിച്ച ആളാണ് സെലൻസ്കി. മോദി റഷ്യ സന്ദർശിച്ച അതേ ദിവസം 3 കുട്ടികളടക്കം 170 പേർ കൊല്ലപ്പെട്ടു എന്ന് മുറിവേറ്റ മനസ്സോടെ സെലൻസ്കി സമൂഹ മാധ്യമങ്ങളിൽ കുറിപ്പിടുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ സെലൻസ്കിയെ തേടി ഇത്ര ദൂരേക്ക് ദുഷ്കരമായ യാത്ര നടത്തി മോദി എത്തിയിരിക്കുകയാണ്. അതാണ് മോദി, ഒരേയൊരു മോദി. 1991 ഉക്രൈൻ സ്വതന്ത്ര രാഷ്ട്രമായ ശേഷം ഇതാദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി യുക്രൈൻ സന്ദർശിക്കുന്നത് എന്ന റെക്കോർഡും മോദി സ്വന്തമാക്കിയിരിക്കുന്നു. റഷ്യ സന്ദർശിച്ച ഉടനെ ഉക്രൈൻ സന്ദർശിക്കുക എന്നാൽ അതിദുഷ്കരമായ ഒരു നയതന്ത്ര നീക്കമാണ് മോദി നടത്തുന്നത് എന്ന് കൂടിയാണ് അർത്ഥം. പക്ഷെ മോദി സെലൻസ്കിയുടെ ഹൃദയത്തിൽ ഇടം പിടിച്ചു കഴിഞ്ഞു. മാത്രമല്ല, വലിയൊരു സന്ദേശം മോദി അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങൾക്ക് നൽകുകയും ചെയ്തു. റഷ്യയുമായി ആഴത്തിലുള്ള ബന്ധം തുടരുമ്പോൾ തന്നെ പാശ്ചാത്യ രാഷ്ട്രങ്ങളോടും തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കാൻ ഇന്ത്യക്കാകും എന്ന സന്ദേശമാണ് മോദി നൽകിയത്. മോദിയുടെ സന്ദർശനത്തിന് പിന്നാലെ തന്നെ അമേരിക്കയുടെ നടപടിയാണ് ഇപ്പോൾ ലോകം മുഴുവൻ ചർച്ചയാകുന്നത്. യുക്രൈന് പുതിയ സൈനിക സഹായം പ്രഖ്യാപിച്ചിരിക്കുകയാണ് അമേരിക്ക. $125 മില്യൺ സൈനിക പാക്കേജാണ് യുക്രൈനായി പ്രഖ്യാപിച്ചത്. യുക്രൈൻ ഇന്ന് അവരുടെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നതിന് മുന്നോടിയായി ഇരു നേതാക്കളും നടത്തിയ ചർച്ചയ്ക്കിടെയാണ് പ്രഖ്യാപനം നടത്തിയത്. യുക്രൈന് പുതിയ സൈനിക പാക്കേജ് പ്രഖ്യാപിച്ചതിൽ അഭിമാനമുണ്ടെന്നും ബൈഡൻ പ്രസ്താവനയിലൂടെ അറിയിച്ചു. വ്യോമ പ്രതിരോധ മിസൈലുകൾ, അത്യാധുനിക ആയുധങ്ങൾ, ആന്റി ആർമർ മിസൈലുകൾ, മൊബൈൽ റോക്കറ്റ് സംവിധാനങ്ങൾ എന്നിവ ഈ പാക്കേജിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ പോരാട്ടത്തിൽ റഷ്യ വിജയിക്കില്ലെന്നും യുക്രൈനിലെ ജനങ്ങൾക്കായിരിക്കും അന്തിമ വിജയമെന്നും ബൈഡൻ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അമേരിക്കയും സഖ്യകക്ഷികളും യുക്രൈനോടൊപ്പം നിലകൊള്ളുമെന്നും ബൈഡൻ കൂട്ടിച്ചേർത്തു. അടിയന്തര ആവശ്യങ്ങൾക്കുള്ള സഹായമെന്ന നിലയിലാണ് അമേരിക്ക ഇപ്പോൾ സൈനിക സഹായം കൈമാറുന്നത്. സൈനിക സഹായത്തിന് സെലൻസ്കിയും ബൈഡനെ നന്ദി അറിയിച്ചു. വ്യോമ പ്രതിരോധ മേഖലയിൽ ലഭിച്ച സഹായം തങ്ങളെ സംബന്ധിച്ച് ഏറെ പ്രധാനപ്പെട്ടതാണെന്നും സെലൻസ്കി അറിയിച്ചു. 2022 റഷ്യ യുക്രൈൻ പോരാട്ടം ആരംഭിച്ചതു മുതൽ $55 ബില്യൺ ആയുധങ്ങളും മറ്റ് സുരക്ഷാ ഉപകരണങ്ങളും അമേരിക്ക യുക്രൈന് കൈമാറിയിട്ടുണ്ട്. അമേരിക്കയുടെ ഉറച്ച പിന്തുണ യുക്രൈനൊപ്പമാണെന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയാണ് ഈ സഹായം കൈമാറിയതെന്ന് വൈറ്റ് ഹൌസ് പ്രസ്താവനയിൽ അറിയിച്ചു. സെലൻസ്കിയുടെ ഓഫീസും ഇത് സംബന്ധിച്ച് പ്രസ്താവന പുറത്തിറക്കിയിട്ടുണ്ട്. റഷ്യയുടെ കുസക് മേഖലയിൽ ഇരുപക്ഷവും തമ്മിലുള്ള പോരാട്ടം തുടരുന്നതിനിടെയാണ് അമേരിക്കയുടെ പ്രഖ്യാപനം വന്നത്. മോദിയും യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായി 3 മണിക്കൂർ നീണ്ടുനിന്ന നിർണായക കൂടിക്കാഴ്ചയാണ് നടന്നിരിക്കുന്നത്. വിവിധ മേഖലകളിൽ സഹകരിച്ചു പ്രവർത്തിക്കാൻ ഇന്ത്യയും യുക്രൈനും തീരുമാനിച്ചിട്ടുണ്ട്. ഇന്ത്യ ഉക്രൈൻ സഹകരണം ശക്തമാക്കാനുള്ള 4 കരാറുകളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചു. കരാറുകൾ സംബന്ധിച്ച് വിവരങ്ങൾ സംയുക്ത വാർത്താക്കുറിപ്പിലൂടെ വൈകാതെ പുറത്തുവിടും.